രണ്ടാമൂഴം ഉപേക്ഷിച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാമൂഴം ഉപേക്ഷിക്കുന്നുവെന്ന് നിർമ്മാതാവ് BR ഷെട്ടി. മറ്റാരുടെയെങ്കിലും തിരക്കഥയിൽ മഹാഭാരതം സിനിമയാക്കും. MDയും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് നീക്കം. ആലഞ്ചേരിക്ക് രക്ഷയില്ല. സീറോ മലബാർ സഭയുടെ വിവാദ ഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. കർദിനാളിനെ പ്രതി ചേർത്ത് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു. ഭൂമിയിടപാടിൽ പ്രഥമദൃഷ്ട്യാ ക്രമക്കേടുണ്ടെന്ന് കോടതി. ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവർ കേസിൽ കൂട്ടുപ്രതികൾ. പ്രതികൾക്ക് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു. കോടതി കേസെടുത്തത് പെരുമ്പാവൂർ സ്വദേശി ജോഷി വർഗീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. സംഭവത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആദായനികുതി വകുപ്പ് പിഴ ചുമത്തിയിരുന്നു. ആദ്യഘട്ടമായി 55 ലക്ഷം രൂപ അതിരൂപത ആദായനികുതി അടച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തൃക്കാക്കരയിലുള്ള 60 സെന്റ് ഭൂമി വിൽപ്പന നടത്തിയതിലൂടെ കോടികളുടെ നികുതി വെട്ടിപ്പുണ്ടായെന്നും 2,85 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നുമായിരുന്നു ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. അതിനിടെ വിവാദ ഭൂമിയിടപാടിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി എറണാകുളം അങ്കമാലി അതിരൂപത. 2,85 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന ആദായനികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരെയാണ് അപ്പീൽ നൽകുന്നത്. ഭൂമിയുടെ മൂല്യം കുറച്ചു കാണിച്ചതിൽ അതിരൂപതയ്ക്ക് പങ്കില്ലെന്ന് ആദായനികുതി വകുപ്പിനെ അറിയിക്കാനാണ് അതിരൂപതയുടെ നീക്കം. വിശദീകരണം തേടി ഹൈക്കോടതി. മന്ത്രി KT ജലീലിനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ബന്ധുനിയമന പരാതിയിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം. നടപടി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നൽകിയ ഹർജിയിൽ. വിഷയത്തിൽ അഴിമതി നിരോധന പരിധിയിലുള്ള നടപടി ഉണ്ടായോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. യോഗ്യതാ മാനദണ്ഡത്തിൽ ഭേദഗതി ചെയ്തപ്പോഴും നിയമനം നടത്തിയപ്പോഴും ആരെങ്കിലും നിയമപരമായി ചോദ്യം ചെയ്തിരുന്നോ എന്ന് ഹർജിക്കാരനായ ഫിറോസിനോട് കോടതി ആരാഞ്ഞു. കേസ് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കും. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി ജലീലിനെതിരെ അന്വേഷണമില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പരാതിയിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. പരാതിയിൽ തുടർ നടപടി വേണ്ടെന്ന് സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചു. വാഗ്ദാനങ്ങൾ നിരത്തി. ന്യായ് പദ്ധതിയും നിരവധി വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ മുഖ്യധാരയിൽ എത്തിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ തുടങ്ങി രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള 5 വൻ പദ്ധതികളുമായാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. നുണകളില്ലാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റേത്. ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ നൽകുന്നതാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ മുഖ്യ ആകർഷണം. സമ്പത്തും ക്ഷേമവും ഉറപ്പുവരുത്തും. 2020 മാർച്ചിനകം കേന്ദ്ര സർക്കാരിലെ ഒഴിവുകൾ നികത്തും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 150 ദിവസം തൊഴിൽ ഉറപ്പാക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവുകൾ നികത്തി 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ വാഗ്ദാനം. ഒരു മുഴം മുൻപേ സർക്കാർ. ജലക്ഷാമം നേരിടാൻ പ്രതിദിനം 100 ലക്ഷം ലിറ്റർ അധിക ജലം ഉൽപ്പാദിപ്പിച്ച് വാട്ടർ അതോറിറ്റി. ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം 270 ദശലക്ഷം ലിറ്ററായി. നടപടി ജലക്ഷാമം ഒഴിവാക്കാൻ ഉൽപ്പാദനം കൂട്ടാനുള്ള ജലവിഭവ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയുടെ നിർദ്ദേശത്തിൽ. അധിക ജലം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് 15 ദിവസം കൊണ്ട്. 86 MLD ജലശുദ്ധീകരണശാലകളിൽ വെള്ളം എത്തും. വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പറും മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജുമായ T രവീന്ദ്രൻ, പ്രോജക്ട് ആൻഡ് ഓപ്പറേഷൻസ് ചീഫ് എഞ്ചിനീയർ B ഷാജഹാൻ, തിരുവനന്തപുരം സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുരേഷ് ചന്ദ്രൻ, അരുവിക്കര ഹെഡ്വർക്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നൌഷാദ് എന്നിവരാണ് അധിക ഉൽപാദന വിതരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തൃശൂരിൽ സുരേഷ് ഗോപി. തൃശൂരിൽ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയായേക്കും. ഇത് സംബന്ധിച്ച് അമിത്ഷാ സുരേഷ് ഗോപിയുമായി സംസാരിച്ചു. പ്രഖ്യാപനം ഇന്ന് വൈകിയോ നാളെയോ ഉണ്ടാകാൻ സാധ്യത. സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെന്ന ദേശീയ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചതായി സൂചന. സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സുരേഷ് ഗോപിക്ക് നറുക്കുവീണത് തൃശൂർ സ്ഥാനാർത്ഥിയായിരുന്ന BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട് മണ്ഡലത്തിലേക്ക് മാറിയതോടെ. BJPയുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് തൃശൂർ. തിരുവനന്തപുരത്തിന് ശേഷം BJPക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശൂർ. ശക്തരായ നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറി MT രമേശ്, ദേശീയ കൌൺസിൽ അംഗം PK കൃഷ്ണദാസ്, ടോം വടക്കൻ എന്നിവരുടെ പേരുകളും നേരത്തെ പരിഗണിച്ചിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.